ADHD? യെസ്, എന്താ ADHD? ഹൈപ്പർ ആക്ടിവിറ്റി. ഓക്കെ, ഹൈപ്പർ ആക്ടിവിറ്റി മാത്രമാണോ ADHD? നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്താ ADHDയുടെ? അറ്റൻഷൻ. ഓക്കെ, അല്ല ഞാൻ അതിൻ്റെ ഡെഫിനിഷൻ അല്ല ചോദിച്ചത്, അണ്ടർസ്റ്റാൻഡിങ് എന്താണ് ഒരു ADHD ഉള്ള ഒരു വ്യക്തി എങ്ങനെയായിരിക്കും എന്നാണ് നിങ്ങൾ കരുതി വെക്കുന്നത്? കുട്ടികൾക്കല്ലേ ഇത് മിക്ക വലിയവർക്കും അങ്ങനത്തെ. അതിപ്പോ ജോൾസിനെ പറയുന്നത് കേട്ടോ, അവൾക്ക് വലുതാകുമ്പോൾ ഓട്ടിസ്റ്റിക് ആണ് വരുന്നത്. അത് ഓട്ടിസം, അത് നമുക്ക് ഓട്ടിസത്തിൽ ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് അങ്ങനെ വരും. സംഭവം എങ്ങനെ ഫാസിലുണ്ട്, കുറെ ആൾക്കുണ്ട്. അയാൾക്ക് ADHD ഉണ്ടെന്ന് ഡയഗ്നോസ്ഡ് ആണ്. ഇങ്ങനെ കുതിര വെച്ചുകൊണ്ടുള്ള ഈ റബ്ബർ ബാത്ത് താഴട്ട മാതിരി ഇങ്ങനെ തുള്ളിക്കൊണ്ട്. മനസ്സിലായി. ഫാദർ ഫാസിലിന് ADHD ഉണ്ട്. അല്ല, അത് ടീച്ചറെ, അത് കുട്ടികൾക്ക് മാത്രമേ ADHD ഉണ്ടാവൂ അതോ വലുതായി കഴിഞ്ഞതിന് ശേഷം? ബോത്ത്. അതാ ഞാൻ ചോദിച്ചത്, നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് എന്താ ADHD കൊണ്ട്? ADHD ഇപ്പൊ ഒരാളൊരു ഹൈപ്പർ ആക്റ്റീവ് ആയി കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അയാൾക്ക് എന്താ പറ്റുന്നത്? ഇതൊരു ഡിസോർഡർ ആവുമ്പോ അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്താ ഉപദ്രവം, അല്ലെങ്കിൽ എങ്ങനെയാ ഇത് ലൈഫിനെ ബാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കുഴപ്പമില്ലാത്തൊരു ഡിസോർഡർ ആണോ? എന്താ നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് ADHDനെ പറ്റി? എന്റെ ഒരു സുഹൃത്തിന്റെ മകനുണ്ട്, അവന് 5 വയസ്സാണ്. 5 വയസ്സ്. മരത്തിന്റെ മുകളിൽ കയറി താഴോട്ട് ചാടുക, പ്ലഗ് കുത്തി സ്വിച്ച് ഓൺ ആക്കിയിട്ട് മറ്റേ ഭാഗം വായലിടുക, ഗ്യാസ് കത്തിച്ച് ഓൺ ആക്കിയിട്ട് അതിന്റെ അടുത്ത് മറ്റേ ലീറ്റർ കൊണ്ടുപോയി കത്തിക്കുക, അങ്ങനത്തെ ഒക്കെ ഒരു തരം ഇതാ നമ്മൾ പറയുന്നത്. ഇപ്പൊ ഡോക്ടറെ കാണിച്ചു മരുന്നൊക്കെ കുടിക്കുന്നുണ്ട് ആളെന്ന് പറഞ്ഞു. ഓക്കെ, മെഡിക്കേഷൻ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഭയങ്കര ഓവർ ആയിക്കണെന്ന് ഡോക്ടർ പറഞ്ഞു, ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റില്ല ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഹൈപ്പർ ആക്ടിവിറ്റി ആകുമ്പോഴോ എന്താ അത്, എങ്ങനെയാ അത് ബാധിക്കുന്ന ലൈഫിനെ? എങ്ങനെയായിരിക്കും ബാധിക്കുക കുട്ടികളൊക്കെ? യെസ്, എക്സാക്ട്ലി. റിസ്ക് കൂടും. ഇവർ ഈ മതിൽമേൽ കയറും, അതേപോലെ അല്ലെങ്കിൽ മരത്തിൽ കയറി ചാടുന്ന സമയത്തൊക്കെ ഇവർക്കൊരു പെട്ടെന്ന് എടുത്ത് ചാടി ഡിസിഷൻസ് എടുക്കുന്നതുകൊണ്ട് റിസ്ക് കൂടുതലായിരിക്കും, അപകടം പറ്റാനുള്ളത് കൂടുതലായിരിക്കും. പിന്നെ പഠിപ്പിലൊക്കെ ബുദ്ധിമുട്ടുകൾ വരും. ഓക്കെ, വെരി ഗുഡ്. ഇതന്നെയാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ഓക്കെ, ഇത് മറ്റ് ഡിസോർഡറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഷമം, സങ്കടം അങ്ങനെയല്ല ഇത് ADHD വരിക. അറ്റൻഷനെ ബാധിക്കും, ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പം ഇതിലോട്ടൊക്കെ പോകുന്ന സമയത്ത് ഇത് വലിയ ആൾക്ക് പെട്ടെന്ന് വരുന്ന അസുഖമാണോ അല്ലെങ്കിൽ ചെറുപ്പത്തിലേ വരുന്ന അസുഖമാണോ? എന്താ നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്? എന്നിട്ട് ഫഹദ് ഫാസിലിന് അഡൽട്ടിലാണല്ലോ അത് ഡയഗ്നോസ് ചെയ്തത്. അത് അന്ന് കണ്ടുപിടിച്ചതായിരിക്കും, ഒരു പക്ഷെ ആദ്യമേ ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. എന്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. ഓക്കെ, യെസ്, എക്സാക്ട്ലി. ADHD എന്ന് പറയുന്നത് ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്. ഈ ന്യൂറോ ഡെവലപ്മെന്റൽ എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂറോ എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ആൻഡ് ബ്രെയിനിന്റെ ആക്ടിവിറ്റീസ്, ബ്രെയിനിന്റെ ഫങ്ഷൻസ്, ഞരമ്പിന്റെ പ്രശ്നം. അതെ, ഞരമ്പ് എന്ന് നോർമലി ഉള്ള ആൾക്കാർ പറയും, നമ്മൾ ന്യൂറോൺസ് എന്നൊക്കെ പറയും. ന്യൂറോൺസ്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ഇതിൻ്റെ ഒക്കെ ബ്രെയിനിൻ്റെ പല പല ആക്ടിവിറ്റീസ്. ഓക്കെ, അതാണ് ന്യൂറോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡെവലപ്മെൻറ്റിൻ്റെ, ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു അസുഖമാണ് ADHD. ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ് ചൈൽഡ്ഹുഡിൽ നിന്ന് തുടങ്ങുന്നതാണ്, അല്ലാതെ ഒരു മനുഷ്യന് 27 വയസ്സായാൽ തുടങ്ങുന്നതല്ല. അപ്പോൾ ഫ്രം ചൈൽഡ്ഹുഡ് തൊട്ടേ തുടങ്ങുന്ന ഒരു മാനസിക അവസ്ഥ അല്ലെങ്കിൽ ഒരു ഡിസോർഡറാണ് ADHD എന്ന് പറയുന്നത്. ഇത് ബേസിക്കലി ബ്രെയിനിൻ്റെ ആക്ടിവിറ്റീനെയാണ് എഫക്റ്റ് ചെയ്യുക. എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇത് കുട്ടികളിലും എഫക്റ്റ് ചെയ്യും, അഡൽട്സിലും എഫക്റ്റ് ചെയ്യും. അഡൽട്സിൽ ഇത് ഉണ്ടെങ്കിൽ അത് പെട്ടെന്നൊരു ദിവസം സാഹചര്യം കൊണ്ട് ഉണ്ടാകുന്നതല്ല, സ്ട്രെസ്സും ഡിപ്രഷനൊക്കെ വരുന്ന പോലെ ഉണ്ടാകുന്നതല്ല, ചെറുപ്പത്തിലേ ഉണ്ടാകും. പക്ഷെ പൊതുവെ പാരൻസ് പറയും 4-ാം വയസ്സിലെ നട്ടപ്പരാന്ത് എന്ന് പറയില്ലേ, അത് ഈ ADHD കുട്ടികളെ പറ്റിയിട്ടാണ് അത് നോർമലി നമ്മുടെ നാട്ടിൽ പറയുന്നത്. ഭയങ്കര കെരേണിയുള്ള കുട്ടികളാണ് എന്നൊക്കെ പറയാം, കുരുത്തക്കേടുള്ള കുട്ടികളാണ്, കെരേണിയുള്ള കുട്ടികളാണ്. അപ്പോൾ അത് അവരുടെ ഒരു കുസൃതിയൊക്കെ ആയിട്ട് പാരൻസ് കാണും. പക്ഷെ ആക്ച്വലി അവർക്ക് ADHD ആയിരിക്കും. പക്ഷെ അത് അഡൽട്സിലോട്ടേക്ക് വരുമ്പോൾ അത് അവരെ ബാധിച്ചുകൊണ്ടേ നിൽക്കും. ഓക്കെ, അത് പാരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എങ്ങനെയൊക്കെയാണ് അവരെ ബാധിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ ബേസിക് ആയിട്ട് ഇതിന് 3 സിംറ്റംസാണ് ഉള്ളത്.
ഇൻ അറ്റൻഷൻ, ഹൈപ്പർ ആക്ടിവിറ്റി, ഇമ്പൾസിവിറ്റി. എന്ന് വെച്ചാൽ ഒന്നാമത്തത് അറ്റൻഷൻ ഇവർക്ക് ഉണ്ടാവില്ല, കുറവായിരിക്കും. ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുന്നത് കുറവായിരിക്കും, ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും അല്ലേ. ഹൈപ്പർ ആക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇമ്പൾസീവ് ആയിരിക്കും, എടുത്ത് ചാടി ഷടപടാന്നായിരിക്കും തീരുമാനങ്ങൾ എടുക്കുക. ഓക്കെ, ഇത് ഇവരുടെ ഡെയിലി ഫങ്ഷനിങ്ങിനെ ബാധിക്കും, അക്കാദമിക്കിനെ ബാധിക്കും, വർക്കിനെ ബാധിക്കും, മറ്റ് സോഷ്യൽ റിലേഷൻഷിപ്പിനൊക്കെ ബാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിന് പല ടൈപ്സുകളുണ്ട്. അറ്റൻഷനിൽ മാത്രം ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്, ഹൈപ്പർ ആക്ടിവിറ്റിയും ഇമ്പൾസിവിറ്റിയും മാത്രമുള്ള ആൾക്കാരുണ്ട്, കമ്പൈൻഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ചില ആളുകൾക്ക് ADHD എന്ന് പറയുമ്പം ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാവില്ല, അറ്റൻഷൻ മാത്രമായിരിക്കും, ADD ആയിരിക്കും, അറ്റൻഷൻ മാത്രമായിരിക്കും ബുദ്ധിമുട്ട്. ഓക്കെ, ചില ആളുകൾക്ക് അറ്റൻഷൻ വലിയ കുഴപ്പമുണ്ടാവില്ല, ഹൈപ്പർ ആക്ടിവിറ്റി ഇമ്പൾസിവിറ്റി ആയിരിക്കും കൂടുതൽ. ഇത് രണ്ടുമുള്ള ആൾക്കാരുണ്ട്. 3 ടൈപ്പ് ഉണ്ട് ശരിക്കും ADHDയിൽ. പിന്നെ അതിൻ്റെ സിവിയോറിറ്റി ഒക്കെ ഇങ്ങനെ മാറിക്കൊണ്ടേ നിൽക്കും. അപ്പോൾ പെട്ടെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇതിനനുസരിച്ചുള്ള ഇത് നമുക്ക് എടുക്കാൻ പറ്റും. ചില ആളുകൾക്ക് മെഡിക്കേഷൻസ് എടുക്കേണ്ടതായിട്ട് വരും. എന്തുകൊണ്ടാണ് മെഡിക്കേഷൻ എടുക്കുന്നത് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ സിംറ്റംസ് എന്ന് പറയുന്നത് ഇൻ അറ്റൻഷൻ ആണ്. ഇൻ അറ്റൻഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ പറ്റില്ല. ഈ ചില കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു 10 മിനിറ്റ് അവരെ പഠിക്കാനിരുത്തി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് അവർക്ക് അറ്റൻഷൻ കിട്ടും. ഇനി കളിക്കുന്നതന്നാണെങ്കിലും ഒരേ കളിപ്പാട്ടം വെച്ച് കുറേ നേരം കളിക്കാൻ അവർക്ക് പറ്റില്ല. അവിടെ പോയി ഇവിടെ പോയി അതെടുത്ത് ഇതെടുത്ത് എന്ന് വെച്ചാൽ എപ്പോഴും ഇങ്ങനെ ഓടി ഓടി നടക്കും. അത് അറ്റൻഷൻ കുറയുന്നത് കൊണ്ടാണ്. എന്ന് വെച്ചാൽ അവർക്കൊരു റീഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ADHD ഉള്ള അഡൽട്സിന് തന്നെ ആണെങ്കിൽ ഒരു വട്ടം റീഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർക്ക് മനസ്സിലാവില്ല, അറ്റൻഷൻ ഫോക്കസ് കുറവായിരിക്കും. ചിലപ്പോൾ 2-3 വട്ടം വായിക്കണമായിരിക്കും. ഇപ്പോൾ ക്ലാസ്സിലൊക്കെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ അറ്റൻഷൻ അങ്ങ് പോവും, ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. ഓക്കെ, പിന്നെ അതേപോലെ കെയർലെസ് ആയിട്ട് മിസ്റ്റേക്സുകൾ സംഭവിച്ചുകൊണ്ടേ നിൽക്കും. മിസ്റ്റേക്സുകൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ വർക്കിംഗ് പ്രൊഫഷണൽ ADHD ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, PPT ഒക്കെ ഉണ്ടാക്കി. ഓക്കെ, PPT ഒക്കെ ഉണ്ടാക്കിയെങ്കിൽ നിങ്ങൾ 2-3 വട്ടം പ്രൂഫ് റീഡൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും. ഓക്കെ, ചിലപ്പോൾ ഇമെയിൽ അയക്കേണ്ട ആളുകൾക്ക് ചിലപ്പോൾ അത് എന്ത് ചെയ്യും, മറന്നു പോകും, അത് അയക്കില്ല, ഫോക്കസ് കുറവായിരിക്കും. ചിലപ്പോൾ ഒരു മെസ്സേജ് അയക്കാനും ഒരാളൊരു കാര്യം പറഞ്ഞു, ഓക്കെ നീ ഇന്ന ആളെടുത്ത് ഇത് പറയണേന്ന് പറഞ്ഞാൽ എന്നൊക്കെ അന്നപ്പോൾ പറയും, എന്നിട്ട് എന്ത് ചെയ്യും, എന്നിട്ട് പിന്നെ അത് മറന്നുപോകും. മറന്നുപോകും, പല പേരുകൾ മറന്നുപോകും, ഡേറ്റുകൾ മറന്നുപോകും, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കണ്ടിന്യൂസ്ലി മറന്നുപോകും. അത് നോർമലി ഒരു ഫോർഗെറ്റിംഗ് ആയിരിക്കില്ല. ഓക്കെ, അതായത് വളരെ ഫ്രീക്വൻലി ചെറിയ ചെറിയ കാര്യങ്ങൾ തൊട്ട് വലിയ കാര്യങ്ങൾ വരെ മറന്നുപോകും. ഇപ്പോൾ ഒരാളുടെ പേര് പറഞ്ഞു, അല്ലെങ്കിൽ നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാളുടെ പേര് തന്നെയാണെങ്കിലും ചിലപ്പോൾ അതൊക്കെ മറന്നുപോകും. ഓക്കെ, അപ്പോൾ കപ്പിൾസിൻ്റെ ഇടയിൽ ഇതൊക്കെ വലിയ പ്രശ്നമായിട്ട് വരാറുണ്ട്. ADHD ഉണ്ടെങ്കിൽ ഡേറ്റ്സുകൾ, ആനിവേഴ്സറി ഡേറ്റ്സുകൾ, പല ഡേറ്റ്സുകളൊക്കെ മറന്നു പോകും. ഓക്കെ, അത് ഒക്കേഷനലി മറന്നു പോകുന്നതല്ല, അവരുടെ ബ്രെയിൻ അങ്ങനെയാണ്, അവർക്ക് ഫോക്കസ് ഇല്ല, അറ്റൻഷൻ വളരെ കുറവാണ്. ഓക്കെ, പിന്നെ അവർക്കൊരു പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവും ഇവർ. അറ്റൻഷൻ കുറയുന്നതുകൊണ്ട് തന്നെ ഒരാൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരും, എന്നിട്ട് എന്താ സംസാരിച്ച് എന്ന് ചോദിക്കും. തോട്ട്സൊക്കെ പെട്ടെന്ന് വരും, പെട്ടെന്ന് എന്തെങ്കിലും ഒരു സൗണ്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവും. ഓക്കെ, ഒരു ടാസ്ക് ഒക്കെ ഓർഗനൈസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ ഒരുപാട് മെൻ്റൽ എഫേർട്ടുള്ള ടാസ്ക് ആണെങ്കിൽ അയ്യോ എനിക്ക് വയ്യ, ബ്രെയിന് ഭയങ്കര ആക്റ്റീവായിട്ട് ഭയങ്കര എഫേർട്ട് എടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഒരുപാട് വലിയ ടാസ്കുകളൊന്നും ചെയ്യാൻ ഇവർക്ക് താല്പര്യം ഉണ്ടാവില്ല. ഒരു ഐ ഡോണ്ട് കെയർ എന്നുള്ളൊരു മൈൻഡായിരിക്കും ബേസിക്കലി ADHD ഉള്ള ആളുകൾക്ക് ഉണ്ടാവുക. ഇതാണ് ഒന്നാമത്തെ ഇൻഅറ്റൻഷൻ കാറ്റഗറിയിൽ വരുന്നത്. ഇതെങ്ങനെയാണ് ബാധിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, അറ്റൻഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ പല മെയിൽസുകൾ അയച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും, വർക്കിൽ അത് എഫക്റ്റ് ചെയ്യും അല്ലേ. ഇപ്പോൾ പല ഏരിയാസിൽ ഇപ്പോൾ ഇൻ്റർവ്യൂ ചിലപ്പോൾ മിസ്സാവും, പല പ്രൊജക്ട്സുകളിൽ പലതും മിസ്സാവും. ഇതൊക്കെ ഫ്രീക്വൻലി മിസ്സായി കഴിഞ്ഞാൽ ജോലി അത് ബാധിക്കും, പഠിപ്പിനെ അത് ബാധിക്കും, എല്ലാത്തിനെയും അത് ബാധിക്കും. ഓക്കെ, ഇതാണ് ഇൻഅറ്റൻഷൻ്റെ വരുന്നൊരു കാര്യം. മറക്കൽ നമ്മളെല്ലാവരും മറക്കും, പക്ഷെ എപ്പോഴും ഒരാൾ മറന്നു കഴിഞ്ഞാലോ അയാളുടെ ജോലി പോവില്ലേ. ഓക്കെ, പിന്നെ വരുന്നത് കുട്ടിക്ക് 4 വയസ്സായിട്ടുള്ളൂ, ആള് ഹൈപ്പർ ആക്റ്റീവ് ആണ്. ശ്രദ്ധ അധികം വെയിലും കൊടുക്കാതെ ഇങ്ങനെ പോയിട്ട് സംസാരം കുറവാണ്. ഇപ്പൊ സ്പീച്ച് തെറാപ്പിയും ഹൈപ്പർ ആക്റ്റീവിനുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തോണ്ടിരിക്കുക. അതെ, എവിടെയൊന്നും ഉറച്ചു നിൽക്കൂല, എതിലേക്കൊന്നും ശ്രദ്ധിക്കൂല, സംസാരവും കിട്ടുന്നില്ല, ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ആ ഒരു ട്രീറ്റ്മെന്റ് ചെറുതായിട്ടൊക്കെ സംസാരിച്ച് തുടങ്ങി. ഓക്കെ, ആൾക്ക് ADHD മാത്രം ആയിരിക്കില്ല, പ്ലസ് വേറെ എന്തെങ്കിലും ഉണ്ടാവും. സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഉണ്ടോ, അങ്ങനെ എന്തേ പറയുന്ന കണ്ടിരുന്നോ?
ഹൈപ്പർ ആക്റ്റീവിനാണ് ആദ്യം കൊടുക്കുന്നവര് ട്രീറ്റ്മെന്റ്. അത് കാരണം ശ്രദ്ധ കൊടുക്കാതിരിക്കുകയാണ്. ചെറുതല്ലേ, ഇപ്പൊ ശ്രദ്ധ കൊടുത്ത് ആയി തുടങ്ങിയെങ്കിലല്ലേ ഒരാൾ സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും കുട്ടിക്ക് അറിയുന്നില്ല. ഇപ്പൊ ഓക്കെ ആയിനെന്ന് പറഞ്ഞു. ഓക്കെ 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 ഓക്കെ. ഈ രണ്ടാമത്താണ് ഹൈപ്പർ ആക്ടിവിറ്റി. ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് ഫിഡ്ജറ്റ് ആയിരിക്കും. ഫിഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇങ്ങനെ ടാപ്പ് ചെയ്തുകൊണ്ട് നിൽക്കും, അല്ലെങ്കിൽ കാലിങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കും. ഏതെങ്കിലും ഒരു ശരീരത്തിൻ്റെ അവയവം ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് നിൽക്കണമായിരിക്കും അവർക്ക്. ഒരുത്തേൽ ഇപ്പോൾ ഒരു ക്യൂവിൽ കൊണ്ടുപോയിട്ട് ADHD ഉള്ള ഒരു വ്യക്തിനെ നിൽപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് നിൽക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഒന്ന് അവർ അവിടെ തിരിയും ഇവിടെ തിരിയും, എന്നിട്ട് ഫോൺ നോക്കും. അതായത് അവർക്ക് വെറുതെ കുറച്ച് നേരം ഇരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. ചില ആൾക്കാർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, കാലിങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ കൈ ഇങ്ങനെ ടാപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടാവും. അതെപ്പോഴും അങ്ങനെയായിരിക്കും ഉണ്ടാവും. സംസാരിക്കാതെ ഇരിക്കുന്നത് ഇതിൽ പെട്ടതാണോ? സംസാരിക്കാതെ അത് എക്സസീവ്ലി ടോക്ക് ചെയ്യാം. അതെ അതെ, എക്സസീവ്ലി അതും ഹൈപ്പർ ആക്ടിവിറ്റിയിൽ വരുന്നതാണ്. അതായത് എക്സസീവ്ലി ടോക്ക് ചെയ്യും, അല്ലെങ്കിൽ ഇൻട്രപ്റ്റ് ചെയ്യും. ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരാൾ വെയിറ്റ് ചെയ്യുന്നതിന്, അതായത് വേറൊരാൾ പറയുന്നതിൻ്റെ നടുവിലൊക്കെ കയറി പറയും. ഓക്കെ, അവർക്കത് കാത്തുക്കാനുള്ള ക്ഷമ ഉണ്ടാവില്ല. അവർക്ക് പറയാനുള്ള ഒരു ത്വരയായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ഒരു എക്സ്പെക്റ്റഡ് സിറ്റുവേഷൻസിൽ കുറേ സമയം ഇരിക്കാൻ പറ്റില്ല. ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ ടീച്ചേഴ്സ് ഒരുത്തേരി ഇരുത്തി കഴിഞ്ഞാൽ അവിടെ പോയി ഇവിടെ പോയി അല്ലേ, എന്തെങ്കിലും കാരണം ഉണ്ടാവും. പെന്നെടുക്കാൻ പോകുന്നുണ്ടാവും, മറ്റേതെടുക്കാൻ പോകുന്നുണ്ടാവും, പെൻസിൽ എടുക്കാൻ പോകുന്നുണ്ടാവും, റീസൺസ് കുറേ ഉണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യുക, പിന്നെ അവിടെ ഇരിക്കാൻ പറ്റില്ല. ഇനി അഡൽറ്റിനാണെങ്കിലും ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും അവർ. പെട്ടെന്ന് ബോറടിയും. കുറേ സമയം ഒരുത്തേൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ബോറടിയാണ് അഡൽട്ട്സിലെ പ്രത്യേകിച്ച്. ഓക്കെ, പിന്നെ അവർ ഈ ഹൈപ്പർ ആക്ടിവിറ്റിൻ്റെ ഭാഗമായിട്ടാണ് മരത്തുമ്മൽ കയറുന്നതും മതിലുമ്മിൽ കയറുന്നത്. അതായത് ഒരു ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്ലേസുകളാണ് ഇതൊക്കെ. മരത്തിൽ കയറുന്നത്, ഇതിലൊക്കെ കയറുന്നത്, എപ്പോഴും ഇങ്ങനെ ഇതായിട്ട് നിൽക്കുക എന്നുള്ളത് ഹൈപ്പർ ആക്റ്റീവാണ്. പിന്നെ അവർ കളിക്കുന്നത് പെട്ടെന്ന്, അതായത് ക്വയറ്റ്ലി കളിക്കാൻ ഇവർക്ക് പറ്റൂല, മനസമാധാനത്തോടെ കളിക്കാൻ ഇവർക്ക് പറ്റൂല. ഒക്കെ ബഹളം ഉണ്ടാക്കി എല്ലാ സാധനങ്ങളും വലിച്ചിട്ടിട്ട് മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഹൈപ്പർ ആക്ടിവിറ്റീൻ്റെ പറയുന്ന എക്സാമ്പിൾസാണ്. ഓരോ കുട്ടിയിലും ഈ ഹൈപ്പർ ആക്ടിവിറ്റി മാറും കേട്ടോ. പിന്നെ മൂന്നാമത്തെ ആളാണ് ഇമ്പൾസിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇമ്പൾസിവിറ്റി എന്ന് പറയുമ്പോൾ ഇമ്പൾസീവായിട്ടായിരിക്കും ഇവരുടെ ഡിസിഷൻസ് ഉണ്ടാകുക. ഇപ്പോൾ ഇമ്പൾസീവായിട്ട് ഈ കാറിൻ്റെ നമ്മൾ പറയില്ലേ കിൽപ്പിത്തിരി ഊരുക എന്നൊക്കെ പറയൂലേ, കാറൊക്കെ പൊട്ടിക്കും, എല്ലാ സാധനത്തിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് അറിയണമായിരിക്കും അല്ലേ. ഇമ്പൾസീവായിട്ടായിരിക്കും എല്ലാ ഡിസിഷൻസ് എടുക്കുക. കോൺസിക്വൻസസ് ഒന്നും ആലോചിക്കില്ല. ഇപ്പോൾ ചിലപ്പോൾ ടീച്ചർ ആൻസർ ചോദിച്ചു കഴിഞ്ഞാൽ വേറൊരു കുട്ടീൻ്റെ അവിടെ ചോദിച്ചതെന്നെങ്കിൽ ചിലപ്പോൾ ഈ ADHD ഉള്ള കുട്ടിയായിരിക്കും പെട്ടെന്ന് കൈ ഉയർത്തി സംസാരിക്കുന്നുണ്ടാവും. ഓക്കെ, അവിടെ സൈലൻ്റ് ആയിട്ട് നിൽക്കണം, എൻ്റെ ടേണ് വരുമ്പോൾ മാത്രമേ ഞാൻ സംസാരിക്കാവുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവ് ADHD ഉണ്ടാവില്ല. അത് അഡൽട്ട്സിനും അങ്ങനെ തന്നെ ആയിരിക്കും. പെട്ടെന്ന് എക്സസീവ്ലി ടോക്ക് ചെയ്യുകയും ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, പെട്ടെന്ന് കൈ ഉയർത്തും, പെട്ടെന്ന് അവർ വേറൊരാളുടെ നടുവിൽ കയറി സംസാരിക്കും, ഇൻട്രപ്റ്റ് ചെയ്യും. ഒരു വെയിറ്റിംഗ്, അതായത് ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കാൻ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്തെങ്കിലും ഒരു കാര്യം അവരുടെ മൈൻഡിലുണ്ടെങ്കിൽ അത് അപ്പ ചെയ്യണമായിരിക്കും. ആ വെയിറ്റിംഗ് അവർക്ക് പറ്റില്ല. ഇമ്പൾസിവിറ്റി ഉള്ളതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ബോറടിക്കും അവർക്ക്. ഓക്കെ, ഇതാണ് പൊതുവെ ഇമ്പൾസിവിറ്റിയുടെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഈ 3 കാര്യങ്ങളാണ് ബേസിക്കലി ഉള്ളത്. പെട്ടെന്ന് മറന്നു പോവുക, ഒരു ലേറ്റായിട്ടൊക്കെ പോവും. ഈ ADHD ഉള്ള ആൾക്കാർക്ക് എപ്പോഴും ലാസ്റ്റ് മിനിറ്റിലായിരിക്കും അവർ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, വളരെ ലേറ്റായിട്ടായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഇപ്പോൾ ഒരാഴ്ച സമയം ഉണ്ടെങ്കിലും ലാസ്റ്റ് മിനിറ്റിൽ ചെയ്തിട്ട് എന്നിട്ട് ലേറ്റ് ആവും, എന്നിട്ട് അപ്പോയിൻമെൻറ്റ് മിസ്സാവും, എന്നിട്ട് ഇൻ്റർവ്യൂ മിസ്സാവും, റിസ്കി ബിഹേവിയേഴ്സ് ഉണ്ടാകും. അതായത് കുറേ സമയം ഒരുത്തേൽ ഇരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, ഓർഗനൈസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് പല കാര്യങ്ങളും. ഓക്കെ, എക്സസീവായിട്ട് സംസാരിക്കും, ഒരുപാട് ഡേ ഡ്രീമിംഗ് ഒക്കെ ചെയ്യുന്ന കാണാം ചില ADHD ഉള്ള ആൾക്കാർ. സോ ബേസിക്കലി ഇതാണ് ADHDയുടെ സിംറ്റംസ് എന്ന് പറയുമ്പോൾ നമുക്കുള്ളത്. ഓക്കെ, ഇതെങ്ങനെയാണ് വർക്ക് ആവുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇനി ഇതുവരെ ഓക്കെ ആണോ, മനസ്സിലാവുന്നുണ്ടോ ADHD? ഓക്കെ, ഇനി ഇതിൻ്റെ കോസസ് നമ്മൾ പറയുന്ന സമയത്ത് ഒന്നാമത്തത് ജനറ്റിക് ഫാക്ടേഴ്സാണ്. ADHD ഉള്ള റൺസ് ഉള്ള ഒരു ഫാമിലി ആണെങ്കിൽ അത് ജനിതകപരമായിട്ട് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോപ്പമിൻ്റെ ബ്രെയിൻ ഫങ്ഷനും ആണ്. പൊതുവേ നമുക്കറിയാം നമ്മുടെ ബ്രെയിനാണ് ന്യൂറോ ഡെവലപ്മെൻ്റൽ അല്ലേ, അതായത് ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഡിസോർഡർ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡോപ്പമിൻ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ, ഒരു രാസവസ്തുവാണ്, ഒരു രാസപദാർത്ഥം അല്ലേ.
അപ്പോൾ ഈ ഒരു രാസവസ്തുവിനെ വിലയിരുത്തുന്ന ഡിറ്റർമിൻ ചെയ്യുന്ന ജീനുകളിൽ മാറ്റം ഉണ്ടാവും നമ്മുടെ പൂർവികർക്ക്. അവർ ആ ജീന് നമ്മളിൽ പാസ് ചെയ്യുമ്പോൾ ADHD വരാനുള്ള ചാൻസസ് ഉണ്ട്. ഈ ഡോപ്പമിൻ ലെവൽ വളരെ കുറവായിരിക്കും ADHD ഉള്ള ആൾക്കാരിൽ, അഡൽട്സിലാണെങ്കിലും. അതുകൊണ്ടാണ് അവർ ഹൈപ്പർ ആകുന്നത്. ആ ഹൈപ്പർ ആക്ടിവിറ്റി ആയി കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ഡോപ്പമിൻ ഹിറ്റ് ചെയ്യുള്ളൂ. എന്ന് വെച്ചാൽ പെട്ടെന്ന് ബോറടിക്കുന്നത് എന്തുകൊണ്ടാണ് ADHD ഉള്ള ആളുകൾക്ക്? അവർക്ക് ഇപ്പം നോർമലി ഒരാൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഡോപ്പമിൻ ലെവൽ ഹൈ ആയിരിക്കും അല്ലേ, അതുകൊണ്ട് നമ്മൾ സാറ്റിസ്ഫൈഡ് ആവും, നമ്മൾ ബോറടിക്കില്ല, നമുക്കൊരു ഫീൽ ഗുഡ് ആയിരിക്കും. ADHD ഉള്ള കുട്ടികളിൽ അല്ലെങ്കിൽ അഡൽട്സിലാണെങ്കിലും ഡോപ്പമിൻ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ചെറിയ ടാസ്കുകളൊക്കെ ഒരേ സമയം ചെയ്യുമ്പോൾ ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യില്ല. അതുകൊണ്ടാണ് അവർക്ക് അറ്റൻഷൻ കിട്ടാത്തതും, അതുകൊണ്ടാണ് ഹൈപ്പർ ആക്റ്റീവായിട്ട് അതിൽ ശ്രദ്ധിക്കാനൊന്നും പറ്റാത്തത്. ഡോപ്പമിൻ ലെവൽ വളരെ ലോ ആയിരിക്കും, സന്തോഷം കിട്ടില്ല, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബോറടിക്കും. ഓക്കെ, ഇതാണ് ബേസിക്കലി ജനറ്റിക് ഫാക്ടേഴ്സിൽ വരുന്നത്. ഈ ഡോപ്പമിൻ ഡിറ്റർമിൻ ചെയ്യുന്ന എഫക്റ്റ് ചെയ്യുന്ന ജീൻസ് എന്ത് ചെയ്യും, പരമ്പരാഗതമായിട്ട് ചിലപ്പോൾ ജനറ്റിക് ഫാക്ടേഴ്സ് വഴി നെക്സ്റ്റ് ജനറേഷനിൽ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഇതാണ് ജനറ്റിക് ഫാക്ടർ. ഇനി രണ്ടാമത്തത് സ്പീഡ് കൂടുതലുണ്ടോ? ഇല്ല, ഓക്കെയാണ്. പിന്നെ രണ്ടാമതാണ് എൻവിയോൺമെൻ്റൽ ഫാക്ടേഴ്സ് എന്ന് പറയും. ചുറ്റുപാടുകൾ, അത് എസ്പെഷ്യലി ഈ ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ് ഇല്ലേ, ഓട്ടിസം ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡറാണ്. അപ്പോൾ അങ്ങനെയുള്ള ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ പലപ്പോഴും നമ്മുടെ ചൈൽഡ്ഹുഡുമായിട്ട് വളരെ റിലേറ്റഡാണ്. അതായത് അമ്മയുടെ ഡെലിവറി, അമ്മയുടെ ഗർഭാവസ്ഥ അല്ലേ, ആ ഒരു ഡെലിവറി കഴിഞ്ഞതിൻ്റെ കുറച്ച്, അതായത് പിന്നെ പോസ്റ്റ് നാറ്റൽ, പ്രീനാറ്റൽ, പെരിനാറ്റൽ, പോസ്റ്റ് നാറ്റൽ, ഇങ്ങനെയാണ് കിടക്കുന്നത്. പ്രീനാറ്റൽ എന്ന് പറയുമ്പോൾ ആ ഒരു ഡ്യൂറിങ് ദി പ്രഗ്നൻസി, ആ ഒരു ബിയർ ചെയ്ത കുട്ടിയെ വയറ്റിലുള്ള സമയത്ത്. പെരിനാറ്റൽ എന്ന് പറയുമ്പോൾ അതിൽ എസ്പെഷ്യലി ഡ്യൂറിങ് ദി ബർത്ത്, ആ ഡെലിവറിയുടെ ആ ഒരു പ്രസവ സമയം. പോസ്റ്റ് നാറ്റൽ എന്ന് പറയുമ്പോൾ ഡെലിവറിക്ക് ശേഷം. ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഇവിടെ എസ്പെഷ്യലി പ്രീനാറ്റലാണ്. പ്രീനാറ്റൽ എന്ന് പറയുമ്പോൾ ഡെലിവറിക്ക് മുമ്പ്, ഡ്യൂറിങ് ദി പ്രഗ്നൻസി അമ്മ ടൊബാക്കോ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അമ്മ ആൽക്കഹോൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അമ്മ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഡോപ്പമിൻ ലെവൽ കുറയില്ലേ ശരീരത്തിലെ അല്ലേ? ടൊബാക്കോ യൂസ് ചെയ്താൽ മാത്രമല്ലേ പിന്നെ ഡോപ്പമിൻ ലെവൽ കൂടുള്ളൂ. നമ്മൾ സബ്സ്റ്റൻസ് യൂസിൽ പഠിച്ചിട്ടില്ലേ? നോർമലുള്ള ആക്ടിവിറ്റീസ് ഒന്നും എന്ത് ചെയ്യില്ല, ഡോപ്പമിൻ ലെവൽ കൂട്ടില്ല. അതുകൊണ്ട് തന്നെ നോർമലി ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും സന്തോഷം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ പല രീതിയിൽ എഫക്റ്റ് ചെയ്യും കേട്ടോ. ഇതൊക്കെ കുട്ടികളിൽ ADHD ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്, കുട്ടിയുടെ ബ്രെയിൻ ഫങ്ഷനെ മാറ്റാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പ്രീമെച്വർ ബർത്ത്, അതായത് നമുക്കറിയാം നോർമലി ഒരു 8.5 മന്ത് അല്ലെങ്കിൽ 9 മന്ത്, ഇതൊക്കെ വളരെ നോർമലാണ്. അല്ലെങ്കിൽ ചില ആളുകൾ 7 മന്തിലൊക്കെ ഡെലിവറി ഉണ്ടാകും. അതായത് ഈ 7 മന്തിൽ ഡെലിവറി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ കുട്ടി മെച്ചുവേർഡ് അല്ല അല്ലേ, ആ ഒരു ഗർഭാവസ്ഥയിൽ നിൽക്കേണ്ട ഒരു മിനിമം കാലയളവുണ്ട്. ആ കാലയളവ് കുട്ടി വയറ്റിൽ നിന്നില്ലെങ്കിൽ അത് പ്രീ മെച്ചുവേർഡ് ബർത്ത്. ചിലപ്പോൾ ബർത്ത് വെയിറ്റ് കുറവായിരിക്കും, ചില കുട്ടികൾ ബർത്ത് വെയിറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഇതൊക്കെ എഫക്റ്റ് ചെയ്യും. എങ്ങനെ എഫക്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയാറില്ലേ, തലക്ക് അതായത് ക്ഷതം വരും അല്ലേ, അതായത് ബർത്ത് വെയിറ്റ് കൂടുതലുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു നോർമൽ ഡെലിവറി എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് അത് ബുദ്ധിമുട്ടാണ്. പ്രീമെച്വർ ബർത്തൊക്കെ കുട്ടികൾ ADHD ബ്രെയിൻ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഫങ്ഷനെ ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ലെഡ് എക്സ്പോഷറാണ് ഇൻ ഏർലി ചൈൽഡ്ഹുഡ്. ഈ ലെഡ് എസ്പെഷ്യലി മെർക്കുറി ലെഡാണ് വൺ ഓഫ് ദി പ്രോമിനൻ്റ്. ചില പെയിൻസുകളിൽ അങ്ങനെ ചില ചെറിയൊരു അംശംസ് പല പെയിൻറ്റുകളിൽ, ചില മണലിൽ, പുറത്തുനിന്ന് വരുന്ന ചില സാൻസിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഈ ലെഡ് എന്ന് പറയുന്നത് ADHDക്ക് ലീഡ് ചെയ്യാനുള്ള ഒരു ഫാക്ടറാണ്. പെയിൻറ്റിലൊക്കെ ഇത് കാണാം ലെഡ്. അപ്പോൾ ഇത് കുട്ടികളിൽ വളരെ ചെറുപ്പത്തിലേ ഇത് കുട്ടിക്ക് സ്മെല്ലോ അല്ലെങ്കിൽ കുട്ടിയുടെ വായിലോ ഇതായി കഴിഞ്ഞാൽ ഇതേപോലെ ബ്രെയിനിൻ്റെ ഫങ്ഷൻസിനെ അത് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു എൻവയോൺമെൻറ്റൽ ഫാക്ടർ അതിലോട്ടൊക്കെ വരുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തതാണ് ന്യൂറോളജിക്കൽ ഫാക്ടർ. നിങ്ങൾ കണ്ടോ, ഇത് 2 ബ്രെയിൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ റൈറ്റ് സൈഡിലുള്ളത് നോർമൽ ബ്രെയിനാണ്, ലെഫ്റ്റ് സൈഡിലുള്ളത് ബ്രെയിൻ വിത്ത് ADHD ആണ്. നിങ്ങൾക്ക് ഡിഫറൻസസ് കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. ഒരാളുടെ ബ്രെയിന് നമ്മൾ ഒരു MRI അല്ലെങ്കിൽ FMRI സ്കാൻ എടുത്ത് നോക്കിയാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക.
ADHD ഉള്ള ഒരാളുടെ ബ്രെയിന് എൻ്റർലി ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ഹൈപ്പർ ആക്ടിവിറ്റി ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ബ്രെയിനിലെ പല ഏരിയാസും ഓവർ സ്റ്റിമുലേറ്റഡ് ആയിരിക്കും. ഈ ADHD ഉള്ള ആളുകളുടെ വേറൊരു ഇതാണ് ഭയങ്കര തിങ്കിങ് ആയിരിക്കും, ഭയങ്കര തോട്ട്സ് ആയിരിക്കും. അൺകൺട്രോളബിൾ ആയിട്ടുള്ള തോട്ട്സ് ഈ ചില ADHD ഉള്ള ആളുകളിൽ കാണാറുണ്ട്. അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്, അതൊരു ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ബ്രെയിനും ഹൈപ്പർ ആയിരിക്കും അവരുടേത്, ADHD ഉള്ള ഒരാളുടേത്. ഓക്കെ, ബ്രെയിൻ സ്ട്രക്ചർ ഡിഫറൻസ് ഉണ്ടാകും, ഫങ്ഷൻസ് ഡിഫറൻസ് ഉണ്ടാകും, എസ്പെഷ്യലി പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ്. ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് കണ്ടോ, ഇവിടെയുള്ള ഭാഗം അല്ലേ, ഇവിടെയുള്ള നമ്മുടെ ഈ ഒരു പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് ആണ് നമ്മുടെ അറ്റൻഷൻ കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ ഒരു കാര്യം പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഒരു ഡിസിഷൻസിനെയൊക്കെ മാനേജ് ചെയ്യുന്നത് ആരാണ്? ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ്. അതിലൊക്കെ മാറ്റം ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ടാണ് അവർ അങ്ങനെ അറ്റൻഷൻ ഇല്ലാതെ ഹൈപ്പർ ആക്റ്റീവായിട്ടൊക്കെ കിടക്കുന്നത്. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ ഫാക്ടേഴ്സ് പറയാനുള്ളത്. ഓക്കെ അല്ലേ? ഫാക്ടേഴ്സ് ഓക്കെ ആണോ? ടീച്ചർ, അപ്പോ നമ്മുടെ ഈ കുട്ടികള് ബർത്തിന്റെ സമയത്ത് നോർമൽ ഡെലിവറിക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലേ? അപ്പോ പുഷ് ചെയ്യുന്ന സമയത്ത് വല്ലാണ്ട് പ്രഷർ വരുമ്പോഴും അത് കുട്ടിക്ക് എഫക്ട് ചെയ്യോ? പ്രഷർ വരുന്ന സമയത്ത് പുഷ് ചെയ്താൽ മാത്രമല്ലേ ഇങ്ങോട്ടേക്ക് വരുള്ളൂ. പുഷ് ചെയ്യുന്നത് അല്ലാതെ നോർമലി പുഷ് ചെയ്യണമല്ലോ പാരന്റ്. അമ്മ പുഷ് ചെയ്യണം, എന്നാലല്ലേ കുട്ടി വരുള്ളൂ. വരും എപ്പോഴാന്ന് വെച്ചാൽ ഓവർ വെയിറ്റ് ആകുന്ന സമയത്താണ് ചിലപ്പോൾ അവിടെ ക്ഷതം സംഭവിക്കാനും ബുദ്ധിമുട്ടായിട്ട് വരിക. ചിലപ്പോൾ ഓവർ വെയിറ്റ് ഒക്കെ ഉള്ള കുട്ടികളിലാണ് കാണുക. അല്ലാതെ പുഷ് ചെയ്യാതെ കുട്ടി പുറത്തോട്ടേക്ക് വരില്ലല്ലോ. ഓക്കെ, ഇതിന്റെ ഇതുവരെ ഓക്കെ അല്ലേ? കോസസ് ഓക്കെ അല്ലേ? ഓക്കെയാണ്. പിന്നെ ഇതിന്റെ ഡയഗ്നോസിസ് ഒന്നില്ലെങ്കിൽ പീഡിയാട്രീഷ്യൻ ഇതിന്റെ ADHD ഒരു കുട്ടിക്കുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. മീൻസ് അയാൾക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിന് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിന് ചെയ്യാൻ പറ്റും. അല്ലാതെ വേറൊരാൾക്കും ചെയ്യാൻ പറ്റില്ല. അപ്പം ഇത് ഈ ഒരു DSM-5 ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, ഈ ഞാൻ നേരത്തെ പറഞ്ഞ സിംറ്റംസ് ഒക്കെ 6 മാസമെങ്കിലും കാണിക്കണം. ഓക്കെ, ഇപ്പോൾ ഒരു കുട്ടി ഒരു മാസം മാത്രം ഇന്നറ്റൻഷൻ കാണിച്ചു, അപ്പോൾ ചിലപ്പോൾ ആ കുട്ടിക്ക് വേറെ എന്തെങ്കിലും ക്ലാസ് റൂമിലോ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടായതുകൊണ്ടാകും അറ്റൻറ്റീവ് അല്ലാത്തത്. ആ കുട്ടിക്ക് ADHD എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ കാരണം ചിലപ്പോൾ വേറെ എന്തെങ്കിലും ക്ലാസ് റൂമിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കുട്ടിക്ക് മാനസികമായിട്ട് വേറെ എന്തെങ്കിലും സംഘർഷം ഉള്ളതുകൊണ്ടാകാം. അപ്പോൾ അത് റൂൾ ഔട്ട് ചെയ്യണം. അപ്പോൾ 6 മാസം ഞാൻ ഈ പറഞ്ഞ സിംറ്റംസ് ഒക്കെ ഒരു കുട്ടിക്ക് ഉണ്ടെങ്കിൽ നമുക്കത് കൺസിഡർ ചെയ്യാം. പിന്നെ ഇത് 12 വയസ്സിന് മുമ്പേ ഇതൊക്കെ കാണണം. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ ADHD 24-ാം വയസ്സിലും 30-ാം വയസ്സിലൊന്നും വരുന്നൊരു അസുഖമല്ല, ഒരു ഡിസോർഡർ അല്ല. ചെറുപ്പത്തിലേ ഉണ്ടാകും. അത് ചിലപ്പോൾ പാരൻസ് ശ്രദ്ധിക്കാതെ പോയതായിരിക്കും. അപ്പോൾ നമ്മൾ ചോദിക്കും, കുട്ടി ഭയങ്കര ആക്റ്റീവ് ആയിരുന്നോ, അതായത് ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാത്തൊരു നേച്ചർ ആയിരുന്നോ എന്നൊക്കെ നമ്മൾ ചോദിക്കും. ചിലപ്പോൾ അന്നപ്പോൾ സിംറ്റംസ് ഒക്കെ മൈൽഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഉണ്ടെങ്കിലും പാരൻസ് അധികം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അത് അവന് ഭയങ്കര കുരുത്തക്കേടാന്ന് പറഞ്ഞ് അതിനെ എന്ത് ചെയ്യും, ചിലപ്പോൾ ഇതാക്കി വെക്കും. പക്ഷെ ഇത് അഡൽട്സിലോട്ടേക്ക് വരുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് ബാധിക്കും. കുട്ടികളിലും ഇത് ബാധിക്കും. ഭയങ്കര മിസ്റ്റേക്കുകൾ ചെയ്യും, വർക്കിലൊന്നും പ്രോപ്പറായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അവർ വിചാരിച്ച ആ ഒരു പോയിന്റിൽ എത്താൻ പറ്റില്ല. ചിലപ്പോൾ മോട്ടിവേഷനൊക്കെ ഡിമ്മായിപ്പോവും ADHD ഉള്ള അഡൽട്സിൽ. ഇതിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഇന്നറ്റൻഷൻ, ഹൈപ്പർ ആക്ടിവിറ്റി, ഇമ്പൾസിവിറ്റി, ഇത് 3 ആണല്ലോ ഉള്ളത്. ഈ സിംറ്റംസ് ഒക്കെ 2 അതിൽ കൂടുതലോ സെറ്റിങ്സിൽ കാണണം. അതായത് വീട്ടിൽ മാത്രമല്ല കാണേണ്ടത്, സ്കൂളിലും കാണണം. വീട്ടിൽ മാത്രമാണെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യണം. വീട്ടിലും കാണണം, സ്കൂളിലും കാണണം. 2ഉം അതിൽ കൂടുതൽ സെറ്റിങ്സിലും കാണണം ഈ പറഞ്ഞ സിംറ്റംസ് ഒക്കെ. എങ്കിൽ മാത്രമേ ADHD കൺസേൺ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ മറ്റ് സിമിലർ കണ്ടീഷൻസ് ഉണ്ട്. ന്യൂറോ ഡെവലപ്മെൻ്റൽ ഓട്ടിസം ഉണ്ട് അല്ലേ, പല പല ഡിസോർഡേഴ്സുകളുണ്ട്, LD ഉണ്ട് അല്ലേ. ഇപ്പോൾ കുട്ടികളിൽ ADHD ഉള്ള കുട്ടികളിൽ പഠന നിലവാരം ചിലപ്പോൾ കുറയാൻ ചാൻസ് ഉണ്ട്, അറ്റൻഷൻ കുറവുള്ളതുകൊണ്ട്. അപ്പം അവർക്ക് ലേണിംഗ് ഡിസബിലിറ്റി ആണ്, LD ആണ് എന്നുള്ളത് പറയാൻ പറ്റില്ല. ഈ കുട്ടികൾക്ക് അറ്റൻഷൻ ഇല്ലാത്തത് കൊണ്ടാണ് മാർക്കൊന്നും ഇല്ലാത്തത്. ഓക്കെ, LD അങ്ങനെയല്ല, അറ്റൻഷൻ ഇല്ലാത്തത് കൊണ്ടല്ല LD. ഓക്കെ, അത് LDൻ്റെ ക്ലാസ് നമ്മൾ എടുക്കുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. അതൊക്കെ നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം. കുട്ടിക്ക് എന്താണ് എന്നുള്ളത് നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം. ഓക്കെ, ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ പറയുന്ന സമയത്ത് മെഡിക്കേഷൻസ് കൊടുക്കും കുട്ടികൾക്ക്. ഓക്കെ, അവരുടെ ഫോക്കസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി, ഇമ്പൾസ് കൺട്രോൾ മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും, മെഡിക്കേഷൻസ് കൊടുക്കും. 2 ടൈപ്പ് ഓഫ് മെഡിക്കേഷൻസ് ഉണ്ട്. സ്റ്റിമുലൻസ് ഉണ്ട്, നോൺ സ്റ്റിമുലൻസ് ഉണ്ട്.
ചില ആളുകളിൽ സ്റ്റിമുലൻസ് വർക്ക് ആവുന്നില്ലെങ്കിൽ മാത്രമാണ് നോൺ സ്റ്റിമുലൻസ് കൊടുക്കുള്ളൂ. ഓക്കെ, അതിൽ സ്റ്റിമുലൻസിൻ്റെ എക്സാമ്പിളാണ് മിഥൈൽ ഫെനിഡേറ്റ്, റീറ്റലിൻ, കൺസേർട്ട, ഇതൊക്കെ ഓരോന്നിൻ്റെ പേരാണ്. നിങ്ങൾ പേര് ജസ്റ്റ് ഓർത്ത് വെക്കുക. പിന്നെ ആംഫിറ്റാമിൻ ബേസ്ഡ് ആയിട്ടുള്ളത്. ഓക്കെ, അതിൽ തന്നെ എഡ്രാളും വൈവൻസും ഒക്കെയാണ് കൊടുക്കുക. പിന്നെ നോൺ സ്റ്റിമുലൻ്റ്, ഇനി ഇതൊന്നും വർക്ക് ആയില്ലെങ്കിലാണ് പിന്നെ നോൺ സ്റ്റിമുലൻസ് കൊടുക്കുക. ഇത് ആറ്റോമോക്സ്റ്റീൻ, സ്ട്രെറ്റേറ, ഇതൊക്കെ പേര് കുറച്ച് ടഫായിരിക്കും. നിങ്ങൾക്ക് 1 or 2 പേരുകൾ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കൊടുത്തതാട്ടോ. ഗ്വാൻഫെസിൻ, പിന്നെ അതേപോലെ ക്ലോണിഡിൻ, ഇതൊക്കെയാണ് പൊതുവെ ADHD ഉള്ള ആളുകൾക്ക്, കുട്ടികൾക്ക്, എസ്പെഷ്യലി കുട്ടികൾക്ക്, അഡൽറ്റിനും കൊടുക്കും കേട്ടോ, കൊടുക്കാറുള്ളത്. അപ്പോൾ ജസ്റ്റ് പേര് ഓർത്ത് വെക്കുക. മെഡിക്കേഷൻ്റെ പേര് കേൾക്കുമ്പോൾ ഇത് ADHD ഉള്ള ആളുകൾക്കുള്ളതാണ് എന്നുള്ളത് ജസ്റ്റ് റീകോൾ ചെയ്യാൻ വേണ്ടി കൊടുത്തതാട്ടോ. പിന്നെ ബിഹേവിയറൽ തെറാപ്പിയാണ് കൊടുക്കാം. ബിഹേവിയറൽ തെറാപ്പി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ CBT കൊടുക്കും, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി കൊടുക്കും. കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ടാസ്ക് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അവരുടെ അറ്റൻഷൻ ഫോക്കസൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ അവരുടെ ഇമോഷൻസ്, ഈ ADHD ഉള്ള ആളുകളിൽ ആങ്ഷ്യസ് ആവുന്നത് പൊതുവെ കാണാറുണ്ട്. അവർക്ക് പൊതുവെ ആങ്സൈറ്റിയും ഇതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് പൊതുവെ കാണാറുണ്ട്. അവരുടെ ഇമോഷൻസൊക്കെ ചിലപ്പം ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും, എക്സ്ട്രീം ആയിട്ട് കാണാറുണ്ട്. സ്ട്രെസ്സ് പെട്ടെന്ന് എടുക്കുന്നത് പോലെ കാണാറുണ്ട്. കാരണം അറ്റൻഷനും ഫോക്കസൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്ട്രെസ്ഡ് ആവും. ഇമോഷൻസ് ചിലപ്പം ഭയങ്കര ഓവർലോഡ് ആകുന്ന കാണാറുണ്ട്. അതിന് കോപ്പിങ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ CBT വിൽ ഹെൽപ്ഫുൾ അല്ലേ. പിന്നെ സോഷ്യൽ സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സോഷ്യൽ സ്കിൽസിൽ എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അയാളെ പറയാൻ വിട്ടിട്ട് അയാളെ സംസാരിച്ചതിന് ശേഷം മാത്രം നമ്മൾ സംസാരിക്കുക എന്നുള്ള അതൊരു സോഷ്യൽ സ്കിൽസാണ്. അപ്പോൾ അതൊന്നും ഇവർക്ക് ഉണ്ടാവില്ല. ചിലപ്പോൾ ഐ കോണ്ടാക്റ്റ് ഒന്നും ചിലപ്പോൾ ഇവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റണമെന്നില്ല. അവർ അങ്ങോട്ടും നോക്കി ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ചിലപ്പോൾ സംസാരിക്കുക. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് CBT വിൽ ബി ഹെൽപ്ഫുൾ. ഓക്കെ, ഇനി ഇതിൻ്റെ പേരൻറ്റ് ട്രെയിനിങ് ആണ് വരുന്നത് അല്ലേ. പേരൻറ്റ് ട്രെയിനിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. എന്ന് വെച്ചാൽ ചെറിയ കുട്ടികൾക്ക്, ADHD ഉള്ള കുട്ടികൾക്ക് അമ്മമാർ പല കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. ഈ കുട്ടികളുടെ ബിഹേവിയർ നമുക്ക് കുറക്കണമായിരിക്കും. ഈ എടുത്തു ചാടിയുള്ള മരത്തുമ്മ കയറുക, മതിലുമ്മൽ കയറുക, സാധനങ്ങളൊക്കെ ചിലപ്പോൾ പൊട്ടിക്കും അല്ലേ. എല്ലാത്തിൻ്റെയും നമ്മൾ പറഞ്ഞ പോലെ കിൽപ്പിത്തിരി എടുക്കും. കാറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ 2 ദിവസം ചിലപ്പോൾ അതുണ്ടാവില്ല. അതിൻ്റെ ഇടയ്ക്ക് അത് കുത്തി പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ സാധനങ്ങളും പുറത്തോട്ടൊക്കെ എടുത്തു വെക്കും. ADHD ഇമ്പൾസീവ് ആയിട്ടുള്ള കുട്ടികൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ ശരിക്കും ഈ കുട്ടികളെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പല സ്ട്രാറ്റജീസ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. കുട്ടികളുടെ ബിഹേവിയർ അതിലുള്ളതാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അപ്രിസിയേഷൻ കൊടുക്കും. ഒരു കുട്ടി കുറച്ച് നേരം ഒരു 10 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ, പഠിക്കാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ, യു ആർ ഡൂയിങ് ഗുഡ്, ഐ എം റിയലി ഹാപ്പി വിത്ത് യു എന്ന് പാരൻറ്റ് പറയണം. അതൊരു റീഇൻഫോഴ്സ്മെൻറ്റാണ്. അവർ ചെയ്യുന്ന കാര്യത്തിന് എന്തെങ്കിലും ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുക, ഒരു റിവാർഡ് കൊടുക്കുക അല്ലേ. എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം കൊടുക്കുക. അത് അവരുടെ പഠന നിലവാരം കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി അവരെന്ത് ചെയ്തില്ല, അവർ എപ്പോഴും ഒരു മരത്തിൽ കയറി പെട്ടെന്ന് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ, ഹൈപ്പർ ആക്റ്റീവ് അല്ലാതെ ഇരിക്കുന്ന സമയം ഉണ്ടെങ്കിലും ഐ എം റിയലി ഹാപ്പി ദാറ്റ് നീ ഇങ്ങനെയാണല്ലോ ചെയ്തത്, നീ അവിടെ കയറിയില്ലല്ലോ, മരത്തിൽ നീ കയറിയില്ലല്ലോ, നീ അത് ചെയ്തുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയായി എന്നുള്ളതൊക്കെ പാരൻറ്റിന് പറയാം. ഇനി അതല്ലാതെ സ്റ്റിക്കേഴ്സൊക്കെ കൊടുക്കാൻ വേണ്ടി പറയും. കുട്ടി ഒരു 10 മിനിറ്റ് എഴുതി കഴിഞ്ഞാൽ ഒരു സ്റ്റിക്കർ കുട്ടിക്ക് കൊടുക്കും. നമ്മളതിന് ടോക്കൺ എക്കണോമി അല്ല, ടോക്കൺ എക്കണോമി വേറെയാണ്, ഞാൻ കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല. നിങ്ങൾ ചെറിയ കുട്ടികൾ കണ്ടിട്ടുണ്ടാവും, സ്കൂളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അവരുടെ പേരും അവരുടെ ഫോട്ടോ ഉണ്ടാവും, അതിൻ്റെ നേരെ കുറേ സ്റ്റാർസ് ഉണ്ടാവും. കുട്ടികൾ ഓരോ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആ സ്റ്റാർസ് കൊടുക്കും. കണ്ടിട്ടുണ്ടോ? അത് കണ്ടിട്ടുണ്ടോ? ഓക്കെ, അത് ഒരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റാണ്. കുട്ടികൾക്ക് അവരുടെ പേരിൻ്റെ നേരെ, അവരുടെ ഫോട്ടോൻ്റെ നേരെ ഒരു സ്റ്റാർ കിട്ടുക എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ വളരെ നല്ല ഒരു ഡ്രസ്സും മേക്കപ്പൊക്കെ ഇട്ട് വന്ന്, അല്ലെങ്കിൽ നല്ല എക്സിക്യൂട്ടീവ് ലുക്കിലൊക്കെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ, 2 ആൾക്കാർ പറയാം, വാവ് നൈസായിട്ട്, ഇത് അടിപൊളിയായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഡ്രസ്സ് വീണ്ടും ധരിക്കുമോ അല്ലെങ്കിൽ അത് മടക്കി അലമാരയിൽ വെക്കുമോ? എന്താ ചെയ്യുക? എന്താ ചെയ്യുക നിങ്ങൾ? അത് ഊരിയിടൂല അല്ലേ. അവിടെ എന്താ, നിങ്ങളുടെ ബിഹേവിയർ കൂടി, ആ വസ്ത്രം വീണ്ടും വീണ്ടും ധരിക്കുക എന്നുള്ള നിങ്ങളുടെ ഒരു ബിഹേവിയർ കൂടി. ഇത് തന്നെയാണ് കുട്ടികൾ. അതൊരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റാണ്.
ഒരാൾ നിങ്ങളെ അപ്രിഷിയേഷൻ ചെയ്യുന്നത് യു ആർ ഡൂയിങ് ഗുഡ് എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും അല്ലേ. ഒരു പ്രൊജക്റ്റൊക്കെ ചെയ്ത് വന്നിട്ട് നിങ്ങൾ നന്നായിട്ട് അടിപൊളിയായിട്ട് ചെയ്തു എന്ന് പറയുമ്പം അടുത്ത പ്രൊജക്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ വീണ്ടും നല്ലപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. അതൊരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റാണ്. ഇത് കുട്ടികൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഈ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുമ്പോൾ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ വീണ്ടും കൂടും. അതുകൊണ്ടാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ റുട്ടീൻസൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കും. അവർക്ക് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഈ ADHD ഉള്ള കുട്ടികളെടുത്ത് എടാ നീ റൂമിൽ പോയിട്ട് അത് മടക്കി വെച്ചിട്ട് നീ ആ മറ്റേ സാധനം എടുത്തു കൊണ്ടുപോവാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് അത് മനസ്സിലാവില്ല. പെട്ടെന്ന് അങ്ങനെ ഒരുപാട് സെൻറ്റൻസ് ആയിട്ട് പറയരുത്, ബ്രേക്ക് ചെയ്ത് പറയണം. നീ റൂമിൽ പോയിട്ട് ആ സാധനം എടുത്തു വാ. അങ്ങനെ അതായത് ഒരുപാട് വളച്ച് പറയാതെ ചെറിയ ചെറിയ വാക്കുകളിലൂടെ വേണം അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഒത്തിരി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അറ്റൻഷൻ കിട്ടില്ല. ഓക്കെ, പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, സിമ്പിൾ ലാംഗ്വേജിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം കുട്ടികളുടെ അടുത്ത്, എന്നാൽ മാത്രമേ അറ്റൻഷൻ കിട്ടുള്ളൂ. അപ്പോൾ പാരൻസിന് ഒരുപാട് കാര്യങ്ങൾ, ഇത് ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞതാണ്. നമ്മൾ പാരൻറ്റ് മാനേജ്മെൻറ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ പാരൻസിന് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന സമയത്ത് ഇതൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ അവരുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസുകളാണ് എഡ്യൂക്കേഷണൽ സപ്പോർട്ട് കൊടുക്കും. എഡ്യൂക്കേഷണൽ സപ്പോർട്ട് എന്ന് പറയുമ്പം ADHD ഉള്ള കുട്ടികൾക്ക് പ്രിഫറൻഷ്യൽ സീറ്റിംഗ് ഉണ്ടാവും, ഫ്രണ്ട് ബെഞ്ചിൽ അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ അടുത്ത്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറ്റൻഷൻ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് അങ്ങനെ ഒരു എഡ്യൂക്കേഷണൽ സപ്പോർട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ചില ടാസ്കുകളിൽ ADHD ഉള്ള കുട്ടികളിൽ നോർമൽ കുട്ടികൾ 10 മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന ടാസ്കുകൾ ചിലപ്പോൾ ADHD ഉള്ള കുട്ടികൾക്ക് 15-20 മിനിറ്റ് വേണ്ടി വരും. അപ്പോൾ അവർക്ക് എക്സ്ട്രാ ടൈം കൊടുക്കണം ആ ഒരു ടാസ്കിന് വേണ്ടിയിട്ട് അല്ലേ. പിന്നെ അതേപോലെ വലിയൊരു ആക്ടിവിറ്റീസ് മണിക്കൂറുകളോളം ഇരുന്ന് അവർക്ക് ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒരു ബ്രേക്ക് അവർക്ക് കൊടുക്കണം. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തോ എന്നുള്ളതൊരു ബ്രേക്സ് കൊടുക്കണം അവർക്ക് ആക്ടിവിറ്റീസ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ. പിന്നെ ചില ആളുകൾക്ക് IEP ഉണ്ടാവും. IEP എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷണൽ പ്ലാനിങ് ആണ്. ഓക്കെ, അതായത് ഓരോ കുട്ടിക്കും വേണ്ടതായിട്ടുള്ള ഇൻഡിവിജ്വൽ പ്ലാനിങ് ഉണ്ടാവും. അത് പൊതുവെ ക്ലിനിക്സിൽ നമ്മൾ കൊടുക്കും. ഓരോ കുട്ടികളുടെയും ലെവൽസ് മനസ്സിലാക്കി ആ കുട്ടികൾക്ക് എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് നമ്മൾ പ്ലാൻ ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇതാണ് എഡ്യൂക്കേഷണൽ സപ്പോർട്ടിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നത്. പിന്നെ ഇതിൻ്റെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസാണ്. ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ എക്സസൈസ് വിൽ ഹെൽപ്പ്. അവരുടെ ഇവർക്ക് ഒരുപാട് എനർജി ഉണ്ടാവും. ഈ എനർജി ഒരുപാട് ഉള്ളതുകൊണ്ടാണ് ഹൈപ്പർ ആക്റ്റീവ് ആകുന്നത്. ആ എനർജി നമ്മൾ എക്സസൈസിലൂടെ പുറത്തോട്ടേക്ക് കളയാൻ പറ്റും. അവരുടെ ഫോക്കസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാത്ത ഡോപ്പമിനൊക്കെ എക്സസൈസ് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അവരുടെ ഫോക്കസ് കൂടും, ഹൈപ്പർ ആക്ടിവിറ്റി കുറയും. ഓക്കെ, പിന്നെ ബാലൻസ്ഡ് ഡയറ്റ് നമ്മുടെ ബ്രെയിൻ ഫങ്ഷന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഡയറ്റ്. ഓക്കെ, അപ്പോൾ ഡയറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. പിന്നെ നല്ലൊരു സ്ലീപ്പ് അല്ലേ, ഗുഡ് സ്ലീപ്പ് നമ്മുടെ അറ്റൻഷൻ ഇമ്പ്രൂവ് ചെയ്യും, നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനൊക്കെ ഇതിനൊക്കെ പറ്റും. ഓക്കെ, പിന്നെ മൈൻഡ്ഫുൾനെസ് അവരുടെ അറ്റൻഷൻ ബ്രിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. മൈൻഡ്ഫുൾനെസ് എന്താ? ബ്രിങ്ങിങ് അറ്റൻഷൻ ഇൻ ടു അവർ ബോഡി, ബ്രിങ്ങിങ് അറ്റൻഷൻ ഇൻ ടു അവർ ബ്രീത്തിങ് അല്ലേ. ആ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിൽ അറ്റൻഷൻ കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിലാക്സേഷൻ ടെക്നിക്സ്. അത് അവരുടെ സ്ട്രെസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, അറ്റൻഷൻ കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഇത് ഹെൽപ്ഫുൾ ആകും അവർക്ക്. അപ്പോൾ ഇതും അവർക്ക് കൊടുക്കാം. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ADHD ഇൻ അഡൽട്സ് ആണ്. ADHD ഇൻ അഡൽട്സിൽ ചില ആളുകൾക്ക് ഇതിൽ വളരെ ലേറ്റായിട്ടായിരിക്കും ഇത് ഡയഗ്നോസ് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ ഫഹദ് ഫാസിലിനൊക്കെ ഡയഗ്നോസ് ചെയ്ത പോലെ അവരുടെ ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ ഒരു ടാസ്ക് ഓർഗനൈസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒത്തിരി ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മിസ്സായി പോകും, ചിലപ്പോൾ ഇവിടെ പറയാൻ മിസ്സായി പോകും, ഒരു സാധനം പറയാൻ മിസ്സായി പോകും. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവർക്ക്. പ്രൊക്കാസ്റ്റിനേഷൻ ഉണ്ടാകും. പ്രൊക്കാസ്റ്റിനേഷൻ ഉള്ളതുകൊണ്ടാണ് ലാസ്റ്റ് മിനിറ്റിലാണ് കാര്യങ്ങളൊക്കെ ചെയ്യുക. നാളെ നീളെന്നായിരിക്കും എല്ലാ കാര്യങ്ങളും ലാസ്റ്റ് സമയത്ത് കൊണ്ടായിരിക്കും ചെയ്യുക. അത് എക്സ്ട്രീം ആയിരിക്കും. അവർക്ക് ഇമ്പൾസീവായിട്ടായിരിക്കും ഡിസിഷൻസ് എടുക്കുക, പെട്ടെന്ന് എല്ലാം പെട്ടെന്നായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ കോൺസിക്വൻസസ് ഒന്നും ചിന്തിക്കാതെ എടുക്കുന്നതുകൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, ചിലപ്പോൾ മാറിപ്പോവും. ഓക്കെ, എന്നിട്ടായിരിക്കും പിന്നെ അത് ചിന്തിക്കുക, അയ്യോ അത് വേണ്ടായിരുന്നു എന്നുള്ളത്. പിന്നെ വർക്ക് പ്ലേസിൽ റിലേഷൻഷിപ്പിലൊക്കെ ഇത് ബാധിക്കും. റിലേഷൻഷിപ്പിലൊക്കെ ഇത് ബാധിക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ കേസസുകൾ വരാം. പാർട്ട്ണറിന് മെസ്സേജ് അയക്കും. പാർട്ട്ണർ ചിലപ്പോൾ 1 സെക്കൻഡ് മെസ്സേജ് ഡിലേ ആയി കഴിഞ്ഞാൽ അതിന് ആ ഒരു 1-2 സെക്കൻഡ് വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ ഉണ്ടാവില്ല ഇവർക്ക്.
എന്നിട്ട് പെട്ടെന്ന് എവിടെ പോകും? ഇൻസ്റ്റഗ്രാമിൽ പോകും. ഇൻസ്റ്റഗ്രാമിൽ പോയിട്ട് ചിലപ്പോൾ മണിക്കൂറുകൾ 1-2 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും അയ്യോ ഇവിടെ ഒരു വ്യക്തി ഉണ്ടല്ലോ എന്നുള്ളൊരു ഓർമ്മ വരിക. മനസ്സിലായോ? മറന്നു പോയിട്ടുണ്ടാവും ആ വ്യക്തിയെ, വിളിക്കാൻ മറന്നു പോയിട്ടുണ്ടാവും, വ്യക്തിയുടെ കാര്യങ്ങൾ മറന്നു പോയിട്ടുണ്ടാവും, കോൺവെർസേഷനിൽ പറഞ്ഞ കാര്യങ്ങൾ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ റിലേഷൻഷിപ്പിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കാണാറുണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, മെഡിക്കേഷൻ അഡൽസിന് കൊടുക്കാറുണ്ട്, തെറാപ്പി കൊടുക്കാറുണ്ട്, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. ADHD ഈസ് മാനേജബിൾ ആണ്. കംപ്ലീറ്റ് ആയിട്ട് ക്യൂറബിൾ ആണോ എന്ന് ചോദിച്ചാൽ 100% ക്യൂർ എന്നുള്ളൊരു ഓപ്ഷൻ അല്ല ഉള്ളത്. മാനേജ് ചെയ്യാൻ പറ്റും. അറ്റൻഷൻ കൂട്ടി, ഇമ്പൾസിവിറ്റി കുറച്ച്, ഹൈപ്പർ ആക്ടിവിറ്റി കുറച്ച് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഏർലി ഡയഗ്നോസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേഴ്സണലൈസ്ഡ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും ഇതൊക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് മുഖേന അവർക്ക് സ്കൂളിൽ, വർക്കിൽ, റിലേഷൻഷിപ്പിലൊക്കെ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഇസ് ഓൾ അബൌട്ട് അവർ ADHD. എങ്ങനെയുണ്ട് ഈ ഭാഗം? ഓക്കെ ആണോ? ഓക്കെ ഒരു കടുപ്പമില്ലാത്തത് ചെറിയൊരു ചാപ്റ്ററായി ഒരു ഭാഗം ADHD എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇതിൽ? എന്തെങ്കിലും മനസ്സിലാവാത്ത ഏരിയ ഉണ്ടോ? ഇല്ല, ഓക്കെ ആണ്. ഓക്കെ. അപ്പോൾ ഓക്കെ ബൈ. ഇപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ.